കാണാനുള്ള മൊഞ്ച് മാത്രമല്ല കഴിക്കാനും സൂപ്പറാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂണ്, അതുപോലെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഉപ്പ് ആവശ്യത്തിനും ചേർത്തി കൊടുത്തിട്ട് കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ ചേർത്തി കൊടുക്കുന്നുണ്ട്. അൽഫാമിൻ്റെ മസാല 2 സ്പൂൺ ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ചേർത്തി കൊടുക്കുക. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ, ഒറിഗാനോ ചേർത്തി എടുക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ കസൂരി മെത്തിയും ഈ ഒരു കടലമാവും എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോൺഫ്ലോർ വേണമെങ്കിൽ അത് ചേർത്തിയാലും മതി. പിന്നെ തൈര്, നാരങ്ങ പിഴിഞ്ഞതും ഇച്ചിരി ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഗ് പീസ് വരഞ്ഞതങ്ങ് ചേർത്ത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് അങ്ങ് 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റൊക്കെ മാറ്റി വയ്ക്കുക. ദാ നമ്മളിതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ്റെ മസാല കുറച്ച് ബാക്കിയുണ്ടാവും കേട്ടോ. അതിലോട്ടുണ്ടല്ലോ കുറച്ച് തേങ്ങ ചിരവി നന്നായിട്ട് തിരുമ്മി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്. സെയിം ഓയിലിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മസാലയിലോട്ട് തേങ്ങ ചിരവിയത് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ട് നന്നായിട്ട് തിരുമ്മി എടുത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി ഈ ചിക്കൻ്റെ കൂടെ ഫുള്ള് മിക്സ് ചെയ്തിട്ട് ഒരു കഴിക്കലുണ്ടല്ലോ. ഓഹ് അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അയ്യോ ന്യൂ ഇയർ ആയിട്ട് റെസൊല്യൂഷൻ എടുത്തവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.